സംസ്ഥാനം കൊടും വേനലിനെ നേരിടുമ്പോൾ വർഷം മുഴുവനും കുറഞ്ഞ അളവിൽ മഴ ലഭിക്കുന്ന ചിറ്റൂരിലെ മൈക്രോ ഇറിഗേഷൻ പദ്ധതി വളരെ ശ്രദ്ധയാകർഷിക്കുന്നു. അത് മോഡലാകുന്നു. 5 കൊല്ലം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി വിജയകരമായി. ചിറ്റൂരിൽ മാത്രം 1500 ഏക്കറിലധികം കൃഷിഭൂമിയിലാണ് വെള്ളവും വളവും കൃത്യമായ അളവിൽ വർഷം മുഴുവൻ എത്തുന്നത്. മഴനിഴൽ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ചിറ്റൂർ. കൃഷിക്കാർ ഭൂരിഭാഗമുള്ള മേഖലയിൽ പോലും വെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനാണ് മന്ത്രി കൃഷ്ണൻകുട്ടി മൈക്രോ ഇറിഗേഷൻ പദ്ധതി ചിറ്റൂരിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത്. 1500 ഏക്കർ കൃഷിഭൂമിയിലാണ് ഇപ്പോൾ പദ്ധതിയിലൂടെ വിളകൾക്ക് വേണ്ട അളവിൽ വർഷം മുഴുവൻ വെള്ളവും വളവും ലഭിക്കുന്നത്. മുൻപ് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ചെടിക്ക് വേണ്ട അളവിൽ മാത്രം വെള്ളമെത്തിയപ്പോൾ കർഷകരും സന്തോഷവാന്മാർ. വെള്ളവും വളവും ശാസ്ത്രീയമായി ലഭിച്ചപ്പോൾ വിളവും കൂടിയെന്ന് കർഷകർ പറയുന്നു. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം ലഭ്യമല്ലാതെ ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ എന്ന പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചത്. ആ പദ്ധതി ഇന്ന് 5 ഭാഗങ്ങളിലായി ഏതാണ്ട് 1500 ഏക്കറോളം സ്ഥലത്ത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. 5 പദ്ധതികളായിട്ട്. അത് യാഥാർത്ഥ്യമായതോടുകൂടെ വേനൽക്കാലത്തും കൃഷിക്ക് ആവശ്യമായ വെള്ളം കൃത്യതയോടുകൂടി ലഭ്യമാകുന്നു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിനെ 5ആയി തിരിച്ചാണ് കൃഷിഭൂമികളെ അതിൻ്റെ മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. കൃത്യമായ നിരീക്ഷണവും പരിപാലനവും ഏർപ്പെടുത്തിയതോടെ കർഷകർക്ക് ഏറ്റവും ഗുണമുള്ള പദ്ധതികളിൽ ഒന്നായി മാറി മൈക്രോ ഇറിഗേഷൻ പദ്ധതി. സാധാരണഗതിയിൽ സർക്കാർ പദ്ധതികൾ തുടങ്ങിയാൽ മുടക്കുന്ന പണം പലപ്പോഴും വെള്ളത്തിലാകുമ്പോഴാണ് 5 വർഷമായി വിജയകരമായി കർഷകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് കൃഷിക്ക് വെള്ളം പ്രശ്നമായ മേഖലകളിൽ ഈ പദ്ധതി നടപ്പാക്കിയാൽ വിജയകരമാകുമെന്ന് ഉറപ്പുകൂടിയാണ് ചിറ്റൂർ മാതൃക. മനുഷ്യനും കാർഷിക വിളകൾക്കും വെള്ളം ഒരു പ്രശ്നമായി മാറുന്ന കാലത്ത് കേരളത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കിയാൽ അത് ജലസംരക്ഷണത്തിനും ഒരു മാതൃകയായി തീരും. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലത്തൂർ.